വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ബിജെപി ദേശീയ നേതാവ് അസ്ലം ഗുരുക്കൾ അറസ്റ്റിൽ. ബിജെപി ദേശീയ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റാണ് അസ്ലം. വിവരങ്ങളുമായി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, എവിടെ വെച്ചാണ് ഇപ്പോൾ അസ്ലം ഗുരുക്കൾ അറസ്റ്റിലായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്നലെ രാവിലെയാണ് റബിയുള്ളയുടെ മലപ്പുറം കോഡൂരിലെ വീട്ടിലെത്തി അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സംഘം ശ്രമിച്ചത്. 3 വാഹനങ്ങളിലായാണ് എത്തിയിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 4 പേർ ഇന്നലെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് സംഘത്തിൽ ഉൾപ്പെട്ട അസൻ ഗുരുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് വെച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഗൺമാൻ കർണാടകത്തിലെ ഒരു പോലീസുകാരൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇവരുൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. 8 മാസത്തോളമായി റബിയുള്ളയെ കാണാനില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ് എന്ന ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഇതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ സംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ കോഡൂരിലെ വീട്ടിലെത്തുകയായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ട് വരെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. തുടർന്ന് ഇന്നലെ വൈകിട്ട് നാട്ടുകാർ തന്നെ പ്രതികളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയുമുണ്ടായി. 4 പേരെ നാട്ടുകാർ തന്നെയാണ് പോലീസിൽ ഏൽപ്പിച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ വൈകിട്ട് രേഖാമൂലം പരാതി നൽകിയതിനു ശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് അസൻ ഗുരുക്കൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായത്. സ്വാലിക്, ഇതിന് കാരണം എന്താണെന്നുള്ള തരത്തിലുള്ള സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ? തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങളുണ്ടോ? റബിയുള്ളയുമായി ബന്ധപ്പെട്ട് 8 മാസത്തോളമായി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ചിരുന്നത്. അദ്ദേഹത്തിന് വിഷം നൽകിയെന്നും അതുപോലെ കാണാനില്ല എന്നും തുടങ്ങിയ തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പോലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നില്ല. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നിലവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇന്നലെ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്വാലിക്, അതായത് ഈ ബിജെപി നേതാവ് അസ്ലം ഗുരുക്കൾ നേരിട്ടെത്തി തട്ടിക്കൊണ്ടു പോകലിന് നേതൃത്വം നൽകിയായിരുന്നോ, അതോ മറ്റാരെങ്കിലും ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ടായത്? അസൻ ഗുരുക്കൾ നേരിട്ടെത്തി തന്നെയാണ് ആക്രമണം നടത്തിയത്. അസൻ ഗുരുക്കൾ നേരിട്ട് മലപ്പുറത്തെ കോഡൂരിലെ വീട്ടിലെത്തിയിരുന്നു. ഒപ്പം അയാളുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. പ്രതികളെ ഇപ്പോൾ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സ്വാലിക്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ മാസങ്ങളായി റബിയുള്ളയെ കാണാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം അപകടത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിനോട് ചേർത്ത് വെക്കാവുന്നതല്ല ഇപ്പോഴത്തെ ഈ സംഭവം? തീർച്ചയായും അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു എന്ന വാർത്തകൾ ശരിവെക്കുന്നത് തന്നെയായിരുന്നു ഇന്നലെ നടന്ന പല സംഭവങ്ങളും. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചിലർ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങി പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇദ്ദേഹം ബാംഗ്ലൂരിലാണ് ചികിത്സയിൽ കഴിയുന്നത് തുടങ്ങിയ വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ 8 മാസമായി അദ്ദേഹം കോഡൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് റബിയുള്ള ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് നൽകുകയും ചെയ്തത്. ഇതേ തുടർന്ന് തൊട്ടടുത്ത ദിവസം ഇന്നലെ രാവിലെ 6 മണിയോടെ സംഘം വീട്ടിലെത്തി മതിൽ ചാടിക്കടന്ന് ഇയാളുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടെ നാട്ടുകാർ തന്നെയാണ് ഇയാളെ 4 പേരെ പോലീസിൽ ഏൽപ്പിച്ചത്. ഇവരെ ചോദ്യം ചെയ്തതിൽ അസൻ ഗുരുക്കളുടെ പങ്ക് പോലീസിന് മനസ്സിലായത്. ഇയാൾ വീട്ടിലെത്തിയിരുന്നു. കൂട്ടത്തിൽ ഒരു വാഹനത്തിലുണ്ടായിരുന്നത് അസൻ ഗുരുക്കളും അയാളുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരാണെന്ന് പോലീസിന് വ്യക്തമായത്. തുടർന്ന് ഇയാളെ ഇവിടെ നിന്ന് മടങ്ങുന്ന വഴി കോഴിക്കോട് വെച്ച് തന്നെ പോലീസിന് ഇവരെ പിടികൂടാൻ സാധിച്ചു. വ്യക്തമാണ്. വ്യവസായി KT റബിയുള്ളയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ബിജെപി ദേശീയ നേതാവ് അസ്ലം ഗുരുക്കൾ അറസ്റ്റിൽ. ബിജെപി ദേശീയ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റാണ് അസ്ലം ഗുരുക്കൾ. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.